സെറ്റ് ചെയ്യാം, വെട്ട് സെറ്റ് ചെയ്യാം. ഇത് 1200 സംതിങ് ഉള്ളൂ. ഇല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സംഭവം. ഇച്ചിരി ലോ ക്വാളിറ്റി ആണെന്നേ ഉള്ളൂ. പക്ഷേ ആണോ? എത്ര രൂപയ്ക്കാ? ആണോ? ഉണ്ട്, റേറ്റ് കൂടുതലാണ് ചേട്ടാ. ഇതേ ഒന്ന് കഴിഞ്ഞ ഇടയ്ക്ക് വീണായിരുന്നു. അന്നേരം ഇത് റിമ്മിൻ്റെ ഏതോ ഒരു പോർഷനിൽ അപ്പുറമാണ് നല്ലൊരു സ്ക്രാച്ച് വീണു. ഇതല്ല, ഇതിലും ഇതൊരെണ്ണമുണ്ട്. ഇത് കണ്ടോ? ഇപ്പോൾ ഈ പോർഷനിൽ ഞാൻ നോക്കിയപ്പോൾ വീണ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് കല്ല് കയറിയിരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ കാറ്റഴിച്ച് വിട്ടിട്ട് പയ്യെ കല്ല് തിക്കി കളഞ്ഞതാണ്. കുറച്ച് പൊടിക്കല്ലൊക്കെ അകത്തോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാര്യം വീണ് കഴിഞ്ഞ് ഒരാഴ്ച വണ്ടി ഇരിക്കുമായിരുന്നു. അന്നേരം ഒന്നും എയർ ലീക്കില്ല, എയർ പക്കയായിട്ടാണ്. ഈ കാറ്റ് കല്ല് കുത്തി കളഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എയർ കുറഞ്ഞു പോവുക. അതെ അതെ. മറ്റേ സൂപ്പർ ബൈ ഡ്യൂക്കിന് ഇരിക്കുന്ന ഒരു ചെറിയ മോഡലാണ്. ഇതിൻ്റെ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞത്. ചെറുത്. അതെ അല്ലേ, ഞാനും കണ്ടിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു 320 വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ FC മേടിച്ച് ഞാൻ കളയിട്ട് എടുത്തതാ. അതാ നല്ല. ഇതുണ്ടോ? ഇത് തട്ടും അവിടെ വെച്ചാ. അതെ അല്ലേ. എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന ക്ലാമ്പില്ലേ, അത് ഇവിടെ എങ്ങാണ്ട് തിരിച്ച് വെക്കുന്നുണ്ട്. ഈ നട്ടയിലും കണ്ട് തിരിച്ച് വെച്ചിട്ട് നമ്പർ പ്ലേറ്റ് ബോൾട്ട് ചെയ്യാവുന്ന സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അന്നേരം ബോക്സ് വെക്കാൻ പറ്റില്ലെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. ഞാനതുകൊണ്ട് ഈ ക്ലാമ്പ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയതാ. അതുകൊണ്ട് പക്ഷേ തട്ടും നമ്പർ പ്ലേറ്റ് നല്ല പിടുത്തം. ശരിക്കും ആ കട്ടറിലേക്ക് കുത്തിയനെ ആയിരുന്നു. കുറേ കല്ലിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുമായിരുന്നു. ചള്ളി. നല്ല കുത്തായിരുന്നേ. ഇച്ചിരി ഭാഗ്യമുണ്ട്, ഇല്ല ഞാൻ കയ്യാലേന്ന് താഴെ പോയേനെ. അങ്ങനെയാണെ പണി വാളിയാന്. ഒരു ഇത് വരുന്നുണ്ടല്ലേ. അതെങ്ങനെയാണ് ചെയ്തു? കറക്റ്റ് ആ സീലയിലാണല്ലോ അല്ലേ ഇത് വരുന്നത്. ഇത് കുഴപ്പമില്ല കേട്ടോ. കാര്യം നോൺ റെഡി അല്ല. ഞാൻ ഇത് ഇറങ്ങിയ സമയത്ത് മേടിച്ചതാ. അന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ 2 കൂടെ എടുത്തേ. അതല്ലേ എനിക്കിന്ന്. അതെ അല്ലേ, എനിക്കിന്ന് തോന്നുന്നു അതെന്താ. ഞാൻ ഫ്രണ്ടും ബാക്കും കൂടെ ഏതാണ്ട് 6 രൂപയ്ക്കും കണ്ട് എടുക്കുമായിരുന്നു. ചെളുക്കുണ്ട്. ഉണ്ടല്ലേ. അതും ടോളിൻസിൻ്റെ ആണോ? 300 തീരാറായി. കറക്റ്റ് 2 കൂടെ ഒന്നിച്ചേ തീരുള്ളൂ. സീറ്റാണ് ഞാൻ നേരത്തെ ഇട്ടിരുന്നത്. പിന്നെ ഇച്ചോടെ സുമ്രാടാ കിടന്നിരുന്നു. അതെ അല്ലേ. നമുക്ക് തന്നെ ഇടാം. ഞാനത് ലൈഫ് നോക്കിയാ കറക്റ്റ്. അതെ അല്ലേ. ഓക്കെ അല്ലേ. സ്റ്റോക്ക് MRF 12 ഓടി. പിന്നെ C8 ഇട്ടു, അതൊരു 13-14 ഓടി. എന്നിട്ട് ഇതിട്ടു, ഇതിപ്പം 10 ആവുന്നു. ഇത് പിന്നെയും കുറച്ചുകൂടെ മെച്ചമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് റേഡിയലല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല. മിഷീനാണ്, അടുത്ത പ്രാവശ്യം മിഷീനിലൊന്ന് നോക്കണമെന്ന് ഉണ്ടല്ലേ. ഒന്നേക്കാം. അത് കുറച്ചും കൂടെ ലൈഫ് കിട്ടുമെന്ന് പറയാം. പണി ആളിയനെ. 7 കണ്ട 7. ആണോ? അതെ അല്ലേ. ഇതൊന്ന് ഡിസ്ക് മാറിയതാ. ഇടയ്ക്കൊരു ഇടി കിട്ടിയായിരുന്നു ഒരു ഓട്ടോക്കാരൻ. അതെ അതെ, അതാ വിഷമോന്നേ. വേറൊരു വലിയൊരെണ്ണം കിട്ടി കഴിഞ്ഞ ഇടയ്ക്ക്. വേറൊരു വലിയ പണി കിട്ടി. ഗിയർ ഷാഫ്റ്റ് അങ്ങ് പോയി, തേഞ്ഞങ്ങ് പോയി. ഇടിച്ചപ്പോൾ അല്ല, അതാ വിഷമം. പൊന്നുപോലെ കൊണ്ട് നടക്കും. ഐഡിയൊന്നും ഇല്ലാതെ 1-2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഓട്ടത്തിൽ വെറുതെ അങ്ങ് നിന്നുപോയി. ഇത് ഫ്രീ ആയിട്ട് കിടങ്ങുക. ഞാൻ സ്പ്രോക്കറ്റ് ഒന്ന് മാറി ഒന്ന് അപ്സൈസ് ചെയ്തായിരുന്നു, റയർ സ്പ്രോക്കറ്റ്. അതിൻ്റെ ആണെന്നാ കാണിച്ചവന്മാർ പറഞ്ഞ്. എന്നാണെങ്കിലും പിന്നെ മൊത്തം ഇത് എഞ്ചിൻ താത്തിയിട്ടല്ലേ ഇത് മാറാൻ പറ്റൂ. 10-16 രൂപ ഒറ്റ അടിക്ക് ഇല്ലായിരുന്നു.
ആ ഓടി ആ ആവും മൊത്തം മാറണമല്ലോ. ആ ആ എനിക്കറിയാം. അത് നൈസ് വണ്ടിയാ. ആ ആ വരുമ്പോഴത്തേനും ചിലപ്പോൾ പുതിയ ADV ലോഞ്ച് ആവുമായിരിക്കും 390. അതും ഇല്ല. റിഫൈൻമെന്റ് ശോകം അതാ ഒരു വിഷയം. നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും വണ്ടിക്ക് തോന്നുമ്പോൾ അതും ഇതൊക്കെ പണി വന്നോണ്ടിരിക്കും. പിന്നെ അതൊക്കെ അങ്ങ് കൊണ്ടു നടക്കാന്നേ ഉള്ളൂ. മെയിൻ്റെനൻസ് അതാ. ആ ആ ചിലവാക്കി. അതല്ലേ ഓടിക്കുന്ന പോലെ ഇരിക്കും അല്ലേ. പിന്നെ ഇത് കൈ കൊടുക്കാൻ തോന്നിക്കൊണ്ടേ ഇരിക്കും. അതാ വിഷയം. മര്യാദയ്ക്ക് പോകാൻ വണ്ടിക്ക് താല്പര്യമില്ല. ആ രാവിലെ ക്ലാസ് ഉണ്ട്. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലായിരുന്നോണ്ട് ഇതിപ്പോൾ 1-2 ആഴ്ച ഇങ്ങനെ എയർ കുറയുന്നോണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഇടയ്ക്ക് കുറേ ദിവസം ഞാൻ വന്നായിരുന്നു. എന്നാലും ചേട്ടനെ കണ്ടില്ല. വലിയ ടയർ വിലവില്ല വേറെ പണി വാളിപ്പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വീല് അഴിച്ചിട്ടിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായി. നമ്മുടെ എയർ ലീക്കിൻ്റെ പ്രശ്നം സോർട്ടായി എന്ന് കൺഫേം ചെയ്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ആ ടയർ അടിച്ച് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ച ഓടിയിട്ട് വേറെ ഇഷ്യൂസൊന്നുമില്ല. എയർ ലീക്കും ഇല്ല. പക്കയായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥിരമായിട്ട് എയർ ലീക്ക് പ്രശ്നമുള്ളവർ അലോയ്സ് ബെൻഡ് കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നതിന് മുന്നേ ടയർ ഇതുപോലെ അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഇഷ്യൂസ് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ.